ഇപ്പൊ ഗാസയിൽ പാലസ്റ്റീനെതിരെ നടക്കുന്ന ആ ഒരു യുദ്ധം എന്ന് വിശേഷിക്കാൻ പറ്റില്ല, അതൊരു പ്രാകൃതമായ ഒരു ഇൻവേഷനാണ്. അത് നമ്മൾ ലോകത്തിലെ ഇന്റലക്ച്വൽ റെൽമിൽ അതിനെ വിലയിരുത്താൻ നോക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് വേറൊരു വിപരീതമായ ഒരു ചിത്രമാണ്. ഒക്ടോബർ 7 ഹമസ് ഇസ്രയേലിനോട് ചെയ്തത് ഞാൻ ന്യായീകരിക്കുന്നില്ല. അത് ഒരുപാട് വർഷങ്ങൾ, ഒരുപാട് ഡെക്കേഡ്സ് ആയിട്ട് ഒരു ജനതയെ, പൗരന്മാരെ, ഒരു രാജ്യം, ഒരു സ്ഥലത്തിന്റെ അതിന്റെ റൈറ്റ്ഫുൾ എയേഴ്സിനെ ഒരു ഓപ്പൺ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ പോലെ നിങ്ങൾ എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ വരാവുന്ന ഒരു റിസൾട്ടാണ്. എന്നാലും അതിന്റെ രീതി, അത് നമ്മൾ ന്യായീകരിക്കാൻ പറ്റില്ല, ന്യായീകരിക്കുന്നുമില്ല. എന്നാൽ അതിന്റെ പ്രതികരണം നമ്മൾ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു വംശക്കൊലയാണ്, ഒരു ജെനോസൈഡ് എന്നാണ് വിശേഷിപ്പിക്കാൻ പറ്റില്ല ഇൻ ഇംഗ്ലീഷിൽ. പ്യൂർ ജെനോസൈഡ്. എന്നാൽ അതിനെ ഒടിച്ചു വളച്ച് ലോക മാധ്യമങ്ങളിലും ഗ്ലോബൽ മീഡിയയിലും ചില ഇന്റലക്ച്വൽ സർക്കിൾസിലും അതിനെ ചിത്രീകരിക്കുന്നത് ഇതൊരു ആന്റി ടെററിസം ക്യാമ്പയിൻ ആയിട്ടാണ് അതിനെ ചിത്രീകരിക്കുന്നത്. Whereas what we are seeing is a rogue state, a terrorist state, punishing a people in a land which is theirs, where a state has been artificially planted in that land by displacing the original natives of that place, who are the Palestinians. 1918 പാലസ്റ്റീൻ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ആ നദി തൊട്ട് കടൽ വരെ എന്ന് വിശേഷിപ്പിക്കാവുന്നത്, ജോർഡൻ റിവർ ടു ദി മെഡിറ്ററേനിയൻ സീ, അവിടെ 80 to 90% ശതമാനം പാലസ്റ്റീനിയൻസ് തന്നെയാണ്. 1918 അന്ന് ബാൽഫോറിന്റെ ആ ഒരു മാറ്റത്ത് വരുന്നത്, ബാൽഫോർ മാൻഡേറ്റ് ആ കാലഘട്ടം. അത് ഒരു 1948 ആവുമ്പോഴേക്കും ഒരു ഇൻഡിപെൻഡൻസ് എന്നൊക്കെ പറയുമ്പോഴേക്കും ഇസ്രായേലിന്റെ സ്റ്റേറ്റ്ഹുഡിന്റെ അത് ചുരുങ്ങി 2/3 ആയി. 2/3 ഓഫ് പാലസ്റ്റൈൻ was still by Palestinians. 6% കുറവ്, ലെസ് ദാൻ 6%, 5.7% ആണ് ഭൂമി ഉടമസ്ഥത ഇസ്രായേലീസിനുണ്ടായിരുന്നു. ഇസ്രായേലി ജ്യൂസിനുണ്ടായിരുന്നു. പാലസ്റ്റീനിയൻസിനായിരുന്നു ഭൂരിപക്ഷം ലാൻഡ്. ഈ ഒരു സ്ഥലത്ത് you have taken over the place, you are the aggressor, and today you are making the victims look like the aggressors. ഇതാണ് ഇതിന്റെ ഒരു സവിശേഷത. ഇത് is purely a product of intellectual jugglery. If you can convert a victim into the aggressor and make victimhood into aggression, that comes about through a conscious planning process, not of organic intellectualism, of sterile, dangerous, conspiratorial intellectualism, of a media which is complicit, which abets this intellectualism. Now, as you know, what has happened is 11,000 civilians have been killed and counting, maybe 12,000. As I speak to you now, ഒരു total communication blackout ആണ് ഗാസയിൽ. ഇന്നലെയും ഇന്നും എന്താ നടന്നതെന്ന് നമുക്ക് അറിയില്ല, കാരണം there is no communication. That 12,000 may have become 13,000, 14,000, we don't know. ഇതിൽ 5,000 കൂടുതൽ കുട്ടികളാണ്. 70% of those who are killed are women and children, and 5,000 plus are children. ഇത് ന്യായീകരിക്കുക എന്ന് പറഞ്ഞാൽ അത് ചെയ്യുന്നവര് പോട്ടെ, അത് ന്യായീകരിക്കുന്നവരെ പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത്. ഇത് നടന്ന ഉടനെ നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഒരു നിലപാട് തന്നെ എന്തായിരുന്നു? തീർച്ചയായിട്ടും ഹമാസ് ചെയ്യുന്നതിന് എതിരായിട്ട് അദ്ദേഹം ഉടനെ സോളിഡാരിറ്റി പ്രഖ്യാപിക്കുന്നു നെതന്യാഹുവായിട്ട്. എന്നാൽ ജനറൽ അസംബ്ലിയിൽ അതിനെതിരെ ഒരു റെസൊല്യൂഷൻ വന്നപ്പോൾ നമ്മൾ ആദ്യമായിട്ട് അബ്സ്റ്റെയിൻ ചെയ്യുന്നു. ഇന്ത്യയുടെ നിലപാട് ഇതല്ല, ഇടതായാലും വലതായാലും ഇതല്ലായിരുന്നു. 1977 വാജ്പേയി ഫോറിൻ മിനിസ്റ്റർ ആയപ്പോൾ പബ്ലിക് മീറ്റിംഗിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്, the only solution to the Palestinian crisis is to return the land to the Palestinians എന്നാണ് അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറഞ്ഞത്. ആ പാർട്ടിയിലുള്ള ഇന്നത്തെ പ്രൈം മിനിസ്റ്റർ പറയുന്നത് അതിന് വിപരീതമാണ്. ഇന്ന് ഒരു ഗ്ലോബൽ സൗത്ത് കോൺഫറൻസിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് സീസ് ഫയർ വേണമെന്ന് വരെ എത്തിയിട്ടുണ്ട്. എന്നാലും ഇതിന്റെ ഒക്കെ ഹമാസിനെ നമ്മൾ കണ്ടിക്കുക എന്നുള്ളത് അത് ചെയ്തു കഴിഞ്ഞു. അതിനപ്പുറം എന്ത്? ഹമാസിനെ ടെററിസ്റ്റിനെ വിളിച്ചോളൂ.
കഴിഞ്ഞില്ലേ? അതിന് പകരം ഇനി എത്ര പേര് ഒരു വംശക്കൊല നടന്നുകൊണ്ടിരിക്കും. ഇസ്രയേലി ഹിസ്റ്റോറി ഇപ്പൊ ലോകത്ത് നമ്മൾ കണ്ടു, ഒരുപാട് ഡെമോൺസ്ട്രേഷൻസ് ഹാവ് ടേക്കൺ പ്ലേസ് അക്രോസ് ദ വേൾഡ്. In London, in Grand Central Station in New York, across the world, in Latin America, and not by necessarily only by Palestinians, not even by Muslims, not even by Arabs. അവിടെയൊക്കെ നടക്കുന്നുണ്ട്. Jews are protesting across the world. Israeli Jews, some of them Israeli Jews, because their families are living in Israel. They are protesting and they are saying, not in our name, no genocide in our name. And yet, the attack continues, the cruel attack continues. Palestinians are being killed. And now there's a ground invasion. We don't know what latest details because there's a communication blackout. Idokke, as we mentioned about Gramsci, there's another famous theoretician, Rosa Luxemburg, who first pointed out the role that the military-industrial complex, അതായത് സൈനിക വ്യാവസായിക ബന്ധം എന്ന് വേണമെങ്കിൽ പറയാം, that aided by global media is what will become the vehicle of American neo-imperialism. ഇന്ന് കൃത്യമായിട്ട് അവർ അന്ന് 1918 റോസ ലക്സംബർഗ് അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബൈഡൻ rushes to Israel, to Tel Aviv, to express solidarity. ഇസ്രേലി വാർ ക്യാബിനറ്റിനോട് അദ്ദേഹം പറഞ്ഞൊരു കാര്യം റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്ത് നമ്മൾ ഞെട്ടിപ്പോകും. അത് അധികം ഈ പറഞ്ഞ പോലെ മാധ്യമങ്ങളൊന്നും അധികം പ്രചരിപ്പിക്കില്ല, കാരണം അത് മോശമാണെന്ന് അവർക്ക് തന്നെ അഭിപ്രായമുണ്ട്. He said, I am not a Jew, but I am a Zionist. ബൈഡൻ പറഞ്ഞതാണ്, because you don't have to be a Jew to be a Zionist. അതുകൊണ്ട് I am a Zionist. Zionist എന്ന് പറഞ്ഞാൽ, you know, it's a very ഒരു രൂക്ഷമായ, very strange, virulent kind of rightist, extreme right, exclusive political ideology, which doesn't believe in living together to accommodating the other. നമ്മുടെ ഇവിടുത്തെ മെജോറിറ്റേറിയനിസം രൂക്ഷമായി പോയാൽ ആ രീതിയിലൊക്കെ അതിന്റെ പ്രകടനം വരും. ഹിന്ദുത്വ രൂക്ഷമായി പോയിട്ടുണ്ടെങ്കിൽ മാറാവുന്ന ഒരു സ്ഥിതി ആലോചിച്ച് നോക്കിയാൽ നമുക്ക് അതിനെപ്പറ്റി മനസ്സിലാക്കാൻ പറ്റും. Biden says he is a Zionist, although he is not a Jew, and continues to supply arms to continue. See how Israel will not be able to last for one day without support from the USA and the NATO axis and the European powers. Our axis on. Appo idu Rosa Luxemburg's point, if you examine it, the military industrial complex to survive, to perpetuate itself, wars are necessary. Yuddham illengil the military industrial complex collapses. അതുകൊണ്ട് ഒരു യുദ്ധം ലോകത്തിൽ എവിടെയെങ്കിലും തീർന്നാൽ വേറൊരു യുദ്ധം വേറെ എവിടെയെങ്കിലും തുടങ്ങുക എന്നുള്ളത്. അതുകൊണ്ടാണ് റഷ്യയിലെ യുക്രൈൻ സിറ്റുവേഷനും പാലസ്റ്റൈൻ ഇസ്രയേൽ റഷ്യൻ യുക്രൈൻ സിറ്റുവേഷനും പാലസ്റ്റൈൻ ഇസ്രയേൽ സിറ്റുവേഷനും തമ്മിലുള്ള വൈരുദ്ധ്യം നമ്മൾ പലപ്പോഴും ചോദിക്കാറുണ്ട്. അങ്ങനെ ഒരു വൈരുദ്ധ്യം ഇല്ല, കാരണം സാമാന്യം ഒരു ലോജിക്, ഒരു സാമാന്യം ബുദ്ധി വെച്ച് നോക്കിയാൽ ഒരു വൈരുദ്ധ്യമുണ്ട്. പക്ഷേ അമേരിക്കയുടെ അജണ്ട വെച്ച് നോക്കുമ്പോൾ അത് വൈരുദ്ധ്യമല്ല, രണ്ടും യുദ്ധമാണ്. രണ്ടു യുദ്ധങ്ങൾ നടക്കുമ്പോഴാണ് അവിടെ ആംസ് വേണ്ടി വരിക, ബോംബ്സ് വേണ്ടി വരിക, മിസൈൽസ് വേണ്ടി വരിക. അപ്പോഴാണ് ഈ ഫാക്ടറീസ് കണ്ടിന്യൂ ടു വർക്ക്. The military industrial complex continues to thrive and flourish. Economics-il നമുക്കറിയാം, there's an idea of Keynes, John Maynard Keynes and the Keynesians-നെ പറ്റി ഒരു സാധാരണ രീതിയിൽ പറയുമ്പോൾ പറയും, ജോലി ഉണ്ടാക്കാൻ, ജനങ്ങൾക്ക് ജോലി ഉണ്ടാക്കാൻ, to create employment, you may even have to dig up roads and fill them again, so that people get jobs, so that you create traction in the economy like that. വേണമെങ്കിൽ അത് if you put that idea on its head, military industrial complex needs wars in order to provide weapons and continue that whole economic activity, which is called military industrial growth, military led growth. US ന്റെ ഒരു മോഡലാണ് military led growth, military industrial led growth. After the Second World War, when colonialism was collapsing everywhere, the US was not a colonial power. But the US, like Israel, is a settler nation.
അമേരിക്കയിൽ പോയത് അവിടെ ഇന്ത്യൻസ്, അന്ന് റെഡ് ഇന്ത്യൻസ് വിളിച്ചിരുന്നു. നൗ വി കോൾ ദം നേറ്റീവ് ഇന്ത്യൻസ്. ദേ വർ ദി ഒറിജിനൽ ഇൻഹാബിറ്റൻസ് ഓഫ് അമേരിക്ക. ഇവര് കുറച്ച് പേര് പിൽഗ്രിംസ് പ്രോഗ്രസ്, ആദ്യം 13 കോളനീസ് അങ്ങനെ തുടങ്ങിപ്പോയി. അവിടെ ഒരു വംശക്കൊല നടന്നിട്ടുണ്ട്. അതിനെപ്പറ്റി ഇതിഹാസത്തിൽ വളരെ അപൂർവം നമുക്ക് വായിക്കാൻ പറ്റുള്ളൂ. അമേരിക്കയിൽ ഉണ്ടായിരുന്ന റെഡ് ഇന്ത്യൻസിനെ ഇവിടുന്ന് പോയി സെറ്റിൽ ചെയ്ത് സെറ്റിലർ നേഷൻ എന്ന് പറയും. സെറ്റിൽമെന്റ് ആയിട്ട് തുടങ്ങിയിട്ടുണ്ട് ഒരു നേഷനായിട്ട് രൂപീകരിക്കുന്നത്. അതാണ് പാലസ്റ്റൈനിൽ ഇസ്രയേലും ചെയ്യുന്നത്. ഓസ്ട്രേലിയ ഇസ് എ സെറ്റിലർ നേഷൻ. അവിടെ പോയിട്ട് അവിടെ അബോർജിനീസിനെ ഒക്കെ കൊന്ന് അവരുടെ ലാൻഡാണ് പ്രഖ്യാപിക്കുന്നത്. ഇതൊന്നും നമ്മുടെ ചിന്തകർ അല്ലെങ്കിൽ ഇന്റലക്ച്വൽസ് അധികം ഇതിനെപ്പറ്റി ഒന്നും ചർച്ചയില്ല. കാരണം ദിസ് ഇസ് നോട്ട് ദ നോർമൽ. ഇതൊരു ന്യൂ നോർമലിന്റെ ഏജ് ആണല്ലോ. ന്യൂ ഏജ് എന്ന് പറയുമ്പോൾ ന്യൂ നോർമൽ ആണ്. ആ ന്യൂ നോർമലിന്റെ ചില അജൻഡാസ് വിപരീതമായിട്ട് പോകുന്നതൊന്നും യൂണിവേഴ്സിറ്റീസിലും മറ്റേ പത്രങ്ങളിലും ഗ്ലോബൽ മീഡിയയിലൊന്നും അധികം ഡിസ്കസ് ചെയ്യപ്പെടുന്നില്ല, ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ് സത്യം. സോ റൂസ്വെൽറ്റ് വാസ് എ പ്രസിഡന്റ്. കൊളോണിയലിസം തീർന്നപ്പോൾ ഞങ്ങൾ കൊളോണിയലിസം അല്ല, ഞങ്ങൾ ഓപ്പൺ ഡോർ പോളിസി. അപ്പൊ the old colonial powers became became the lieutenants of the US power. US powers-ന്റെ handmaidens ആയി മാറുന്നു. ബ്രിട്ടൻ ഇപ്പൊ US നാളെ എന്റെ അടുത്ത് സല്യൂട്ട് ചെയ്യാൻ പറഞ്ഞാൽ സല്യൂട്ട് ചെയ്യും, ഇരിക്കാൻ പറഞ്ഞാൽ ഇരിക്കും. ഇറ്റ്സ് ഓൾമോസ്റ്റ് ലൈക്ക് എ ലാപ്ടോപ്പ്. യുണൈറ്റഡ് കിങ്ഡം ഓഫ് ദി USA. ഓസ്ട്രേലിയ പ്രൈം മിനിസ്റ്റർ ഹവേർഡ്സ് ഫേമസ് ഹവേർഡ് ഡോക്ട്രിൻ എന്ന് പറഞ്ഞാൽ ഓസ്ട്രേലിയ വിൽ ബി എ സെക്കൻഡ് എന്താ പറയാ lieutenant for you in the region to keep peace എന്നാണ് എപ്പോഴും പറയാം. What they mean by keeping peace is making war. Australian Howard said, we are like your deputy sheriff. ഈ വെസ്റ്റേൺസ് ഒക്കെ പണ്ട് വെസ്റ്റേൺ മൂവീസിലൊക്കെ വരും, ഒരു ഷെരീഫ് ഉണ്ട്, ഒരു ഡെപ്യൂട്ടി ഷെരീഫ് ഉണ്ടാവും. Deputy sheriff is always the fellow who gets killed. The sheriff never gets killed. So ഓസ്ട്രേലിയ സ്വയം പ്രഖ്യാപിക്കുകയാണ്, ഞങ്ങൾ നിങ്ങളുടെ ഡെപ്യൂട്ടി ഷെരീഫായി പ്രവർത്തിക്കാം ഈ റീജിയനിൽ ഞങ്ങൾ സമാധാനം പുലർത്താൻ. അതിന് അവരൊരു ടേം ഉണ്ടാക്കിയിട്ടുണ്ട്, പാക്സ് അമേരിക്കാന. 20th century was called the American century. പാക്സ് അമേരിക്കാന എന്ന് വെച്ചാൽ peace upon the world created by America. What it means is pacification ഒരു പ്രയോഗമുണ്ട് ഇന്ത്യയിൽ. Pacification is where you suppress people and create a peace which is a peace of the graveyard. ഒരു ശ്മശാനത്തിന്റെ പീസാണത്. ഗാസയിലുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും ജനങ്ങളെ കൊന്നു കഴിഞ്ഞാൽ അവിടെ പീസാവും. അവിടെ ഒരു ആൾക്കാരുണ്ടെങ്കിലല്ലേ പ്രശ്നമുള്ളൂ. Is that what we call peace? That's called pacification. So ഇത്ര വളരെ രൂക്ഷമായ പ്രത്യക്ഷമായുള്ള അന്യായങ്ങൾ നടക്കുന്ന ഒരു കാലഘട്ടം, നിയോ കൊളോണിയസം ഒരു ബ്രൈഡിലില്ലാതെ ഇതിനെ ജസ്റ്റ് ഗാലപ്പിംഗ് ഫോർവേഡ്. ന്യൂ ലിബറലിസം ഓഫ് കോഴ്സ് is the economic version of that. അതുകൊണ്ട് ഇതിനെ ആ ഒരു രീതിയിൽ കാണണം. പ്രത്യേകിച്ചും ഇങ്ങനെയുള്ള വേദികളിൽ നമുക്ക് ഈ ഒരു സംഭാഷണം സമൂഹത്തിൽ തുടങ്ങണം എന്നുള്ളതാണ്. ഞാൻ ഒരു മാധ്യമ പ്രവർത്തകനാണ്. എന്നാൽ വാർത്താ മാധ്യമങ്ങളിൽ വരുന്നതല്ല ഇതിന്റെ സത്യമെന്ന് യാതൊരു സംശയമില്ല. അത് CNN ആയാലും BBC ആയാലും അൽ ജസീറയിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. കാരണം അവർക്ക് ഇതിലൊരു ഐഡന്റിറ്റി ക്രൈസിസ് ഉള്ളതുകൊണ്ട്. എന്ന് വെച്ചാൽ അൽ ജസീറ എല്ലാ കാര്യത്തിലും അങ്ങനെയാണെന്ന് പറയില്ല. ഇപ്പൊ ഖത്തറിലെ പ്രശ്നങ്ങളൊന്നും അൽ ജസീറ ഒരു ആക്ഷനും വേണ്ടില്ല, കാരണം ഖത്തർ ഗവൺമെന്റ്. പക്ഷെ അത് കുഴപ്പമില്ല, അത് ചെറിയൊരു പ്രശ്നമാണ്. ഇതിന്റെ ഒരു ഇരട്ടത്താപ്പിന്റെ ഒരു ഉദാഹരണം, ഈ ഹമാസ് അറ്റാക്ക് ചെയ്തിട്ട് കുറച്ച് ഹോസ്റ്റേജസിനെ അവർ പിടിച്ചുകൊണ്ടുപോയി. എന്നിട്ട് അതിൽ 2 സ്ത്രീകളെ അവർ റിലീസ് ചെയ്തു. അത് നിങ്ങൾ കണ്ടോന്നറിയില്ല. അപ്പൊ ഞാൻ അൽ ജസീറയും BBC കാണുമായിരുന്നു. BBC ഒക്കെ ഞങ്ങളുടെ ക്ലാസ്സിൽ കോളേജിലൊക്കെ എപ്പോഴും ഞങ്ങൾ പുകഴ്ത്തി പറയുന്നതാണ്. എല്ലാ ഒബ്ജക്ടിവിറ്റി, എന്താ പറയാ, ഈവൻ ഹാൻഡഡ്നെസ്, ലോജിക്കിന്റെ ഒക്കെ ഒരു പ്രതീകമായിട്ടാണ് നമ്മൾ BBC കരുതുന്നത്, കുട്ടികളോടൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നത്. എന്നാൽ ആ ചിത്രീകരണത്തിൽ അൽ ജസീറയിൽ അപ്പൊ ഈ ഹോസ്റ്റേജസിന് 2 ഹോസ്റ്റേജസിന് ഹമാസ് റിലീസ് ചെയ്തപ്പോൾ അതിലൊരു സ്ത്രീ ഒരു വീൽ ചെയറിലിരുന്ന് അവരെ ഇന്റർവ്യൂ ചെയ്യുന്നുണ്ട്. എല്ലാ TV ഏജൻസീസ് ഒക്കെ ഉണ്ട്. അൽ ജസീറയിൽ വന്നത് അവർ പറയുന്നത്, ഇവര് വന്ന് ആക്രമിച്ചു, ഞങ്ങളെയൊക്കെ നല്ലോണം തല്ലി, എന്നിട്ട് ഞങ്ങളെ അവർ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോയി ഹമാസിന്റെ അവരുടെ താവളത്ത് കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ അവരുടെ നേതാക്കൾ ഞങ്ങളോട് വളരെ മര്യാദയായിട്ടാണ് പെരുമാറിയത്. അവർ പറഞ്ഞു, നിങ്ങളെ തല്ലാൻ പാടില്ലായിരുന്നു, അത് അൺഇസ്ലാമിക് ആണ്. അതിന് മാപ്പ് ചോദിച്ചാൽ അത് അവരൊരു റിഗ്രറ്റ് എക്സ്പ്രസ് ചെയ്തു. അവർ കഴിക്കുന്ന ഭക്ഷണം തന്നെ ഞങ്ങൾ കഴിച്ചത്. ഞങ്ങളായിട്ട് ഒരു
ഒരു ഡിഫറൻസ് ഇല്ലാതെ അവർ പെരുമാറി നീ ശ്രീ പറയുന്നു. ഇത് അൽ ജസീറയിൽ ഫുൾ ആയിട്ട് വരുന്നു. BBC അതേ സമയം ഇത് ലൈവ് ടെലികാസ്റ്റ് ആണല്ലോ. BBC ഇവര് പറയുന്നു, ഇവര് വന്നു, ഞങ്ങൾ ആക്രമിച്ചു, ഞങ്ങളെ ഒരുപാട് തല്ലി എന്നിട്ട് ഇട്ടുകൊണ്ട് പോയി, എന്നിട്ട് അവിടെ ആ താവളത്തെ കൊണ്ടുപോയി, ബാക്കി കട്ട് ചെയ്ത് കളയും വളരെ ക്ലീൻ ആയിട്ട്. അതേസമയം ഇറ്റ്സ് നോട്ട് ഇവൻ ഒരു ക്ലെവർ പോലും അല്ല, ലൈവ് ആയതുകൊണ്ട് അവർക്ക് അത് കൂടുതൽ ചെയ്യാൻ പറ്റുന്നില്ല, അത് പെട്ടെന്ന് അത് കട്ട് ചെയ്ത് കളയും. അപ്പൊ ഇതാണ് ലോക മീഡിയ. നമ്മൾ ലോക മീഡിയ എന്ന് വിശേഷിപ്പിക്കുന്നത് BBC, CNN, അൽ ജസീറ, ന്യൂയോർക്ക് ടൈംസ്, വാഷിംഗ്ടൺ പോസ്റ്റ്, ഇങ്ങനെയുള്ള ചില ലോകമൊട്ടാകെ സർക്കുലേറ്റ് ചെയ്യുന്ന മാധ്യമങ്ങളെയാണ് അത് വിശേഷിപ്പിക്കുന്നത്. ഇതാണ് അവരുടെ റെപ്രസെന്റേഷൻ ഓഫ് വാട്ട് ഇസ് ഹാപ്പനിങ്. അതുകൊണ്ട് വാട്ട് ഈസ് റിക്വയർഡ് ഈസ് എ ഡിഫറെന്റ് ലുക്ക് അറ്റ് ദിസ്. ഇന്ത്യയിൽ അൺഫോർച്ചുനേറ്റ്ലി കേരളം ഒരു എക്സെപ്ഷൻ ആണ്. ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായെങ്കിൽ ഇന്ത്യയിൽ എല്ലാ സിറ്റീസിലും ഗംഭീരമായ പ്രൊസഷൻസ് നടക്കേണ്ടതാണ്, വലിയ ഡെമോൺസ്ട്രേഷൻസ് നടക്കേണ്ടതാണ് സാധാരണ രീതിയിൽ. ഇതിലൊക്കെ വളരെ ചെറിയ സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഇപ്പോൾ ഒഫീഷ്യൽ ഇന്ത്യയുടെ പൊസിഷൻ വളരെ ദയനീയകരമായതുകൊണ്ടും it's almost a shame. The official India's position on Palestine today is very, very strange and very, very unfortunate. അപ്പൊ അതിന്റെ ഒരു പ്രതിഫലമാണ് നമുക്ക് ഒന്നിലോ നടക്കുന്നില്ല, അല്ലെങ്കിൽ അത് ഇവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങളും ഈ ഗ്ലോബൽ മീഡിയ അനുകരിച്ച് അതിനെപ്പറ്റി ഒന്നും നമ്മളോട് പറയുന്നില്ല, നമുക്ക് അറിയില്ല. സോ ദിസ് ന്യൂ way in which neo-imperialism is promoted in the world has to be resisted. It has to be resisted by writers, by artists, by thinkers, by performers, because this is a time when you do not have the luxury of being a closet ivory tower intellectual. This is a time when every intellectual has to be an organic intellectual, as Gramsci defined it. An organic intellectual who is not just analyzing clinically what is happening, but also lending his voice to it. അവർ കടന്ന് തോക്കെടുത്ത് യുദ്ധം ചെയ്യണമെന്നല്ല പറയുന്നത്. ലെൻഡിങ് ഹിസ് വോയിസ്, ഇൻഫ്ലുവൻസിങ് സോഷ്യൽ തിങ്കിങ് ഓൺ ഇറ്റ്, ഇൻഫ്ലുവൻസിങ് സൊസൈറ്റി. അല്ലെങ്കിൽ ചോംസ്കിയും ഡെറിഡയും എഡ്വേർഡ് സയ്യിദൊക്കെ പറഞ്ഞ പോലെ there is a temptation of the media of the intellectuals. ഇന്റലക്ച്വൽസിനെ മാധ്യമങ്ങൾ ഇങ്ങനെ അപ്രോപ്രിയേറ്റ് ചെയ്തിട്ട് അവരെ കൊണ്ട് എന്തെങ്കിലും പറയിപ്പിച്ചിട്ട്, കാരണം ആകെ 20 സെക്കൻഡ് അതൊക്കെ പറയിക്കുമ്പോൾ ടെലിവിഷനിൽ പറ്റും, എന്നിട്ട് അത് അദ്ദേഹം പറഞ്ഞ പോലെ എന്ന് പറഞ്ഞിട്ട് അവരുടെ ഒരു ഫോൾസ് നാരറ്റീവിനെ വീണ്ടും വീണ്ടും മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചെയ്യുന്ന ഇന്റലക്ച്വൽസിനെ പിയർ ബോർഡോ എന്ന് പറഞ്ഞ ഫ്രഞ്ച് ഫിലോസഫർ ഹാസ് കോൾഡ് ദം ദ ട്രോജൻ ഹോഴ്സ്. ട്രോജൻ ഹോഴ്സ് എന്ന് വെച്ചാൽ ഒരു 5ാം പത്തി, the fifth columnist എന്നൊക്കെ പറയും, ബിട്രയേഴ്സ് ഓഫ് ഇന്റലക്ച്വലിസം. അതുകൊണ്ടാണ് ഞാൻ ഇത് പ്രത്യേകിച്ച് പറയാൻ കാരണം, അതിൽ ഞാൻ പത്രപ്രവർത്തനവും അതിന്റെ ഒരു ഭാഗം തന്നെയാണ്. ഇപ്പോൾ നടക്കുന്ന മിക്കവാറും പത്രപ്രവർത്തനത്തിലും ഈ ഒരു കൺസേൺ ഇല്ല, ഒരു ലൈൻ ഫോളോ ചെയ്യാന്നുള്ളതാണ്. US മീഡിയയുടെ ഒരു പ്രത്യേകത, US മീഡിയ ഇസ് ഫ്രീ, ഇന്ത്യൻ മീഡിയ പോലെ അല്ല, അത് സമ്മതിച്ചു തരും. കാരണം US കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ പത്രപ്രവർത്തനത്തിന് സ്വാതന്ത്ര്യം എൻഷൈൻ ചെയ്തിട്ടുണ്ട്. കോൺഗ്രസ് ഷാൽ മേക്ക് no laws which abridge the freedom of the press. US Constitution the first amendment ആണ്. ഇന്ത്യയിൽ അങ്ങനെയില്ല. ഇന്ത്യയിലെ ഏതൊരു പൗരനുള്ള സ്വാതന്ത്ര്യം പത്രപ്രവർത്തനത്തിനുണ്ട്, അത്രേ ഉള്ളൂ. ആർട്ടിക്കിൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് ചാപ്റ്ററിൽ ആർട്ടിക്കിൾ 19(1) ANG ഫ്രീഡം ഓഫ് സ്പീച്ച്, ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ, ഫ്രീഡം ടു പ്രാക്ടീസ് എനി പ്രൊഫഷൻ, ഈ ക്ലോസസിന്റെ അധികാരത്തിലാണ്, അതിന്റെ സ്ട്രെങ്തിലാണ് നമ്മുടെ പത്രപ്രവർത്തനം നടത്തുന്നത്. അതിൽ ആർട്ടിക്കിൾ 19(2) റീസണബിൾ റെസ്ട്രിക്ഷൻസ് എന്നൊരു ക്ലോസ് ഉണ്ട്. ആ ക്ലോസ് ഉപയോഗിച്ചിട്ടാണ് ഇവിടുത്തെ ഗവൺമെന്റ് സ്വതന്ത്ര മാധ്യമ പ്രവർത്തനത്തിനെ അടക്കി പിടിക്കുന്നത്. മിക്കവാറും UAPA അവർ ചെയ്യുമ്പോഴും NIA ആണെങ്കിലും അവർ പോലീസ് സൈറ്റ് ചെയ്യുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ 19(2) റീസണബിൾ റെസ്ട്രിക്ഷൻ ക്ലോസ്, അത് ഉപയോഗിച്ചിട്ടാണ് അവർ ചെയ്യുന്നത്. അത് തന്നെ ഒരു ആഭാസമാണ്. നമ്മൾ ഒരു റൈറ്റ്, ഒരു ഫണ്ടമെന്റൽ റൈറ്റ് കൊടുക്കുന്നത് അതിന്റെ ക്വാളിഫിക്കേഷനിൽ ഉപരിയായിരിക്കണമല്ലോ. The right must be bigger than the qualification of the right. ഇവിടുത്തെ ഒരു അവസ്ഥ, the qualification is bigger than the right. എന്താണ് റീസണബിൾ റെസ്ട്രിക്ഷൻ എന്ന് പോലീസുകാർ തീരുമാനിക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പൊ കോടതി തീരുമാനിക്കും. നമ്മളിപ്പോ മോദിക്കെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ ദാറ്റ് ഇസ് അൺറീസണബിൾ, അത് റീസണബിൾ റെസ്ട്രിക്ഷൻ പെടുത്താൻ പറ്റും. അപ്പോ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഇല്ല എന്നുള്ളതാണ് സത്യം. ഇവിടെ ഇസ്രയേലിൽ ഇതിൽ കൂടുതലുണ്ട് സ്വാതന്ത്ര്യം. കാരണം ഇസ്രയേലിലെ 3ാമത്തെ സർക്കുലേറ്റിംഗ് പേപ്പർ ഹാറിറ്റ്സ്, ചിലരൊക്കെ ശേഷം, അതൊരു ഇടതു ചായമുള്ള ഒരു പേപ്പറാണ്, വളരെ റെസ്പെക്ടബിൾ പേപ്പറാണ്. അതിൽ അവര് ഗംഭീരമായിട്ട് കറന്റ് നെതന്യാഹുവിന്റെ ലീഡർഷിപ്പിനെ പറ്റി
എല്ലാം രൂക്ഷമായ ഒരു വിമർശിക്കുന്നുണ്ട്. ഈ യുദ്ധം നടക്കുമ്പോൾ പോലും ഞാൻ വിചാരിച്ചു അപ്പോഴെങ്കിലും അവരൊന്ന് സസ്പെൻഡ് ചെയ്യുന്നു. ഇപ്പോൾ ഇത്രയും കൂടി സോഫൻ ആയിട്ടുണ്ട്, എന്നാലും അതിനെപ്പറ്റി അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. Because the virulent Zionic, apartheid, Zionistic nature of the current Israeli leadership is a big problem. If Hamas is a problem because it's a terrorist organization, that is a bigger problem. And there are people who say that Hamas has been encouraged and put in place in Gaza by Netanyahu. He is the one who created this so-called Frankenstein's creature called Hamas. Because Palestinian Authority, PLO നെ തകർക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു അത് പലപ്പോഴും ചെയ്യുന്നതാണ്. അമേരിക്കയാണ് ബിൻ ലാഡനെ സൃഷ്ടിക്കുന്നത്, എന്നിട്ട് പിന്നെ അയാളെ വേട്ടയാടാം. അപ്പൊ 9/11 ഒക്കെ നടക്കുമ്പോൾ ആക്ച്വലി യു ഹാവ് ക്രിയേറ്റഡ് ദ ഹോൾ പ്രോബ്ലം. ഒരു ഫ്രാങ്കൻസ്റ്റൈൻസ് മോൺസ്റ്റർ ക്രിയേറ്റ് ചെയ്തിട്ട് എന്നിട്ട് അതിനെതിരെ, ബിക്കോസ് അഗൈൻ basically the military industrial establishment therefore can then you're feeding the whole cannon fire, you're feeding the whole system, and therefore 9/11 was a big shock certainly. പക്ഷെ 9/11 ബൈഡൻ അവിടെ ഇസ്രയേലിൽ ചെന്നപ്പോൾ ഒരു കാര്യം പറഞ്ഞു, ഞങ്ങൾ ചെയ്ത തെറ്റ് നിങ്ങൾ ചെയ്യരുത്, ആവർത്തിക്കരുതെന്ന്. അത് നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല. പ്ലീസ് ഡോണ്ട് മേക്ക് ദ മിസ്റ്റേക്ക് ബി മെയ്ഡ്. അത് എന്താ പറഞ്ഞ ഉദ്ദേശം? 9/11 കഴിഞ്ഞപ്പോൾ അത് ആരാ എന്താണെന്ന് അറിയാത്തതുകൊണ്ട് നേരെ അവര് യു ഗോ ആൻഡ് അറ്റാക്ക് അഫ്ഗാനിസ്ഥാൻ, അറ്റാക്ക് ഇറാഖ്. അറ്റാക്ക് ചെയ്യാൻ ഒരു കാരണം വേണ്ടേ? അഫ്ഗാനിസ്ഥാന് പിന്നെ കാരണമില്ല, കാരണം അഫ്ഗാനിസ്ഥാനിലുള്ളവരൊക്കെ പ്രാകൃതരാണെന്നുള്ളൊരു ആൾക്കാർ വിശ്വസിക്കും. അത് പറഞ്ഞ അവര് ഇറാഖിനെ അറ്റാക്ക് ചെയ്യണമെങ്കിൽ അവിടെ ഒരു ഇലക്ടഡ് ഗവൺമെന്റ് ഒക്കെയാണ്. അഫ്ഗാനിസ്ഥാനിൽ ഒന്നും താലിബാൻ ഉണ്ടെന്നൊക്കെ പറയാം. സദ്ദാം ഹുസൈൻ ഇലക്ടഡ് ഗവൺമെന്റ്, ഈസ് ആൻ ഇലക്ടഡ് ലീഡർ ഓഫ് ഇറാഖ്. അപ്പൊ അത് പറഞ്ഞു ചെല്ലാൻ വയ്യ. അതുകൊണ്ട് അവിടെ വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ ഉണ്ട്, WMD, വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ, ന്യൂക്ലിയർ മിസൈൽസ് ഒക്കെ ഉണ്ട് അവിടെ, ന്യൂക്ലിയർ പവർ ഉണ്ട്. അതുകൊണ്ട് അതിനെ തകർക്കണം. എന്നിട്ട് അവിടെ അവർ പോയി എല്ലാം search it out. There's not even there's no concept of weapon of mass destruction there. ഒരു എൻറ്റയർ രാജ്യത്തെ തകർത്തു, അവിടുത്തെ ലീഡർഷിപ്പിനെ തകർത്തു, അവിടുത്തെ ജനങ്ങളെ immiserate them, made them like refugees in their own land. അത് ഇപ്പോഴാണ് അവർക്ക് ഒരു ചെറിയൊരു awakening. അതുകൊണ്ടാണ് ഞങ്ങൾ ചെയ്ത മിസ്റ്റേക്ക്, ഞങ്ങൾ ചെയ്ത don't commit the same mistake എന്ന് നേതാന്യാഹുവിനോട് പറയും. പക്ഷെ അംഗീകരിക്കാൻ തയ്യാറല്ല. അതില് who abetted that? ഈ വെപ്പൺ ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ US സ്റ്റേറ്റ് മാത്രം പറഞ്ഞെങ്കിൽ ലോകത്തിൽ പലരും വിശ്വസിക്കില്ലായിരുന്നു. ബട്ട് ന്യൂയോർക്ക് ടൈംസിലെ ഒരു വലിയ സ്റ്റോറി, ജൂഡിത്ത് മില്ലർ എന്ന് പറയുന്ന പേരെടുത്ത് പറയാം, അവരാണ് ഈ പെന്റഗണിന്റെ ഒരു പെന്റഗൺ പറയുന്നതൊക്കെ അവർ എഴുതുന്നു. വെപ്പൺ ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ ഉണ്ട് എന്ന് ജനങ്ങളെയൊക്കെ ആ ഭീതി ഉണ്ടാക്കി അതിനെതിരായിട്ട് ഇസ്രയേലിൽ അവർ they run a war which has no moral, no geopolitical, no ethical excuse at all. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ഇന്ന് പറയാനുണ്ടായത്. വാട്ട് ഈസ് ദ റോൾ ഓഫ് ആർട്ട് ആൻഡ് എക്സ്പ്രഷൻ ഓഫ് ആർട്ട്? വാട്ട് ഇസ് ദ റോൾ ഓഫ് എക്സ്പ്രഷൻ ഓഫ് ആർട്ട്? Art and expression of art, intellectualism has to become combative now. It has to counter this whole conspiracy theory, this whole, hijacking of a public discourse, hijacking of what is നമ്മൾ പ്രത്യക്ഷമായിട്ട് കാണുന്നത് വിശ്വസിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. ഞാൻ അവസാനം ഒരു കാര്യം കൂടി പറഞ്ഞു നിർത്താം. A.K. രാമാനുജൻ, നമ്മളിപ്പോ we have quoted American philosophers, Italian philosophers, German philosophers, Marxist philosophers. Let us look at Indian philosophy itself. A.K. Ramanujan talks about 4 modes of conception, of cognition. നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന 4 രീതികളുണ്ട്, 4 ഫോംസ് ഓഫ് കോഗ്നിഷൻ. ഒന്ന് പ്രത്യക്ഷമായിരുന്നു, നമുക്ക് നേരിട്ട് കണ്ടു മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ. രണ്ടാമത് അനുമാനിച്ചെടുക്കുന്നത്, വാട്ട് യു ഇൻഫർ, വാട്ട് യു ഡിഡ്യൂസ്. മൂന്നാമത് സ്മൃതി, പാസ്റ്റ് റെക്കോർഡ് വെച്ച് നോക്കി നമ്മൾ ഇങ്ങനെയാണ്, അപ്പൊ ഇത് ഇസ്രായേൽ മസ്റ്റ് ബി ബാഡ് ബിക്കോസ് ഇറ്റ്സ് ഓൾവേസ് ബീൻ എ റോഗ് സ്റ്റേറ്റ്, ഇറ്റ്സ് ഓൾവേസ് ഡിഫൈഡ് ഓൾ UN റെസൊല്യൂഷൻസ്. ഒരു റെസൊല്യൂഷനും ഇറ്റ് ഡസന്റ് ഫോളോ. ആൻഡ് ഫോർത്ത് ഈസ് ആപ്തവാക്യ. ആപ്തവാക്യ ഇസ് എ ജേർണലിസ്റ്റ് ടേം ആക്ച്വലി. വേണമെങ്കിൽ ഒരു സാധനം അവിടുന്ന് റിപ്പോർട്ട് ചെയ്ത് കണ്ട് പറയുന്ന ഒരു വിറ്റ്നസിന്റെ അക്കൗണ്ട്. മഹാഭാരത ഇസ് എൻ ആപ്തവാക്യ. അവിടെ നടന്നതൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടി വരും എന്താ നടന്നത് അവിടെ. അപ്പോ പ്രത്യക്ഷ, അനുമാന, സ്മൃതി, ആപ്തവാക്യം. ഇന്നത്തെ ഒരു പ്രത്യേക ഒരു അവസ്ഥ, പ്രത്യക്ഷമായി നമുക്ക് മനസ്സിലാക്കാൻ കാര്യങ്ങൾ നമ്മൾക്ക് അത് വിശ്വസിക്കാൻ പാടില്ല. കാരണം അത് TV-യിൽ വന്നോ, പത്രങ്ങളിൽ വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ അത് നടന്നിട്ടില്ല. ഇഫ് ഇറ്റ് ഹാസ് നോട്ട് കം ഓൺ മെയിൻ സ്ട്രീം ടെലിവിഷൻ, ഇറ്റ് ഹാസ് നോട്ട് ഹാപ്പൻഡ്. അല്ല, ഞാൻ കണ്ടു അയാളെ കുത്തിക്കൊള്ളു, അത് നിങ്ങൾ അല്ലെങ്കിൽ പത്രം അത് റിപ്പോർട്ട് ചെയ്തേനെ, നിങ്ങൾ കണ്ടെന്നല്ല, ശരിയല്ല. അപ്പൊ അനുമാന ഇസ് യൂസ്ഡ് ഓർ ആപ്തവാക്യ ഇസ് യൂസ്ഡ്.
No Pratyaksha, no Smriti illa. കാരണം you're erasing history, you're rewriting history. NCRT textbooks told you're rewriting history. Smriti is dangerous, or the continuity of that is dangerous. You have to create a new culture, a new fascist culture, you have to create a new narrative. അപ്പോൾ ഇതാണ് നടക്കുന്നത്. So it is not an easy task to counter this, but Kerala is well placed. Kerala luckily is well placed because first of all you have thinking people here, you have critical people here. It is a literate, not just literate, a knowledge society of some sort. So I hope we will show the way to the rest of the country and perhaps to the rest of the world of how you counter the dominant, false, fake narratives of our time. Thank you very much.